വൈക്കവും യഥാർത്ഥത്തിൽ ഒരു കുറച്ച് കുഴപ്പമുണ്ടാക്കി അല്ലേ? വൈക്കത്തേക്ക് വൈക്കം പാട്ട് ഇപ്പൊ പാട്ടാ തൊണ്ടയൊക്കെ വൈക്കം വരട്ടെ. വൈക്കം ഈ കെ ബിനിമോൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ആ സ്ഥാനം ജയിക്കുമെന്ന് ബിനിമോൻ പോലും കരുതുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഞെട്ടിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുമ്പോൾ ഒക്കെ ബിനിമോന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ബിനിമോന്റെ അച്ഛനും മാത്രം പറഞ്ഞിട്ടുണ്ട് ബിനിമോൻ ജയിക്കും, മോൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് സർപ്രൈസിംഗ് വിജയം എന്ന് പറഞ്ഞാൽ ചരിത്ര വിജയം. എസ് കെ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴവും പരപ്പും തോതും എത്രത്തോളം ഉയരവും എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ തൃക്കരിപ്പൂരിലെ സന്ദീപിന്റെ വിജയം പോലൊരു വിജയമാണ് ഇവിടെ കെ ബിനിമോന്റെ. 42,944 വോട്ടാണ് കെ ബിനിമോൻ നേടിയത്. അതായത് 41%. പി പ്രദീപ് സ്ഥാനാർത്ഥി 51,584 വോട്ട് 41.32%. കെ അജിത്ത് NDA സ്ഥാനാർത്ഥി 20,297 വോട്ട് 16.26%. നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ബിനിമോൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു വിജയം അവിടെ ഉണ്ടാകുമെന്ന്. വൈക്കത്ത് ഈ വലിയ കാറ്റ് വീശിയതിന്റെ ഒരു അത് മാത്രമാണ്. പിന്നെ കെ അജിത്ത് മുൻ പാർട്ടി വേറെയായിരുന്നു. അത്രയും സീറ്റ് പിടിക്കുമ്പോൾ CPI വോട്ട് അങ്ങോട്ടേക്ക് പോയി എന്നുള്ള സത്യമാണ്. എന്ന് പറയുമ്പോൾ പോലും അവിടെ ബിനിമോൻ വിജയിക്കുന്നു ഇതുവരെയുള്ള വിലയിരുത്തൽ ആരും പറഞ്ഞതില്ല. ഒരുപക്ഷെ ബിനിമോൻ അച്ഛനും മാത്രം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ബിനിമോന് ലോട്ടറി, വൈക്കത്ത് ലോട്ടറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.